2007 മോഡൽ വണ്ടിയായിരുന്നു കേട്ടോ. വണ്ടി ഇപ്പോൾ ഇതേ ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൊജക്ടർ ഹെഡ് LED ഒക്കെ ചെയ്ത് വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി 2007 ആയതുകൊണ്ട് തന്നെ മുന്നേ ഈ ഒരു കസ്റ്റമർ റീടെസ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് ചെയ്തിരുന്നു. അത് മാസ്കിങ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു മെനകേടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല കസ്റ്റമർക്ക്. മാസ്കിങ് ചെയ്തപ്പോൾ ഒരുപാട് ബീഡിങ്ങും ഒക്കെ പെയിൻറ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാക്സിമം നമ്മൾ പരിഹരിച്ചിട്ട് പേൾ വൈറ്റൊക്കെ അടിച്ച് ഇവിടെ വണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ റീടെസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ധൃതിക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാർട്സുകൾക്ക് മൊത്തം ഡാമേജും കാര്യങ്ങളൊക്കെ വരും. ബീഡിങ്ങും പെയിൻറ്റ് കയറി പിടിക്കും. പിന്നെ നമ്മുടെ ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്. അതൊക്കെ ഫുള്ള് മാസ്ക് ഒന്നും ചെയ്യാണ്ട് ഫുള്ള് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ റീപെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് പിയാനോ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു ക്രോമും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കൊക്കെ ചെയ്തിട്ടാണ് ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ അടിച്ചിരിക്കുന്നത് നോർമൽ ഇന്നോവയ്ക്ക് വരുന്ന പേൾ വൈറ്റ് ആണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മാക്സിമം നമ്മൾ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഔട്ടർ ബോഡി ഷേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ സീറ്റ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ക്രിസ്റ്റയുടെ സ്റ്റീരിംഗ് വീലും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പറയുന്നതനുസരിച്ച്. അതേപോലെ തന്നെ സ്റ്റീരിയോ, ഒരു നോർമൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്റ്റീരിയോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ സ്പീക്കേഴ്സ് ഒന്നും കറക്റ്റ് വർക്കിംഗ് ആയിരുന്നില്ല. 4 സ്പീക്കർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ബാക്ക് ഒരു വെറൈറ്റി ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഈ ഒരു പാനൽ നമ്മൾ ലൈറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നോ ബ്രേക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ അതുമ്പോൾ കൊടുത്തിട്ടുണ്ട്. പാർക്ക് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണ സമയത്ത് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് മൊത്തത്തിലൊരു വെറൈറ്റി ലുക്ക് തന്നെ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാനൽ ചേഞ്ച് ചെയ്തു. ലേറ്റസ്റ്റ് മോഡൽ ഈ ഒരു ടൈപ്പിലുള്ള LED ടൈൽ ലൈറ്റ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ റിഫ്ലക്ടർ നോർമൽ നമ്മൾ ചേഞ്ച് ചെയ്യണ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോർച്യൂൺ ടൈപ്പിലുള്ള വൈപ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ബാക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മളൊരു ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 55,000 രൂപയാണ് ചാർജ് വരുന്നത്. 55,000 രൂപയ്ക്ക് നമ്മൾ ചെയ്യണത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ, അതായത് സൈഡ് ഗ്ലാസുകളും എല്ലാം അയക്കും, ബീഡിങ്ങുകളെല്ലാം അയക്കും, ടോർപ്പേഡുകളെല്ലാം അയക്കും, അതേപോലെ ബമ്പറുകളെല്ലാം അയക്കും. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പർ ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പുട്ടി ആപ്ലിക്കേഷൻ, പ്രൈമർ ആപ്ലിക്കേഷൻ, അതിനുശേഷം പെയിൻറ്റ് ആപ്ലിക്കേഷൻ, അതിനുശേഷം വാക്സ് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കസ്റ്റമർ മുന്നേ ചെയ്ത ആ ഒരു രീതി കറക്റ്റ് ആവാണ്ട് തന്നെ കസ്റ്റമർക്ക് ഇപ്പോൾ 2 എക്സ്പെൻസാണ് വന്നത്. കാരണം അന്ന് ചെയ്തത് വൃത്തിയായിട്ട് തോന്നിയില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പേൾ വൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. കാരണം പേളിൻ്റെ പൈസ അഡീഷണലായിട്ട് ആഡ് ആവുകയും ചെയ്യും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ, ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹാൻഡിൽ ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് പോകണമെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് 2007 മോഡൽ വണ്ടിയായിരുന്നു കേട്ടോ. ആ വണ്ടീനെയാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. പേൾ വൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലടിക്കാൻ നോക്കി. ഈ ഒരു ഇവിടേക്ക് പോകണമെന്നാ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ശരിക്കും പേളിൻ്റെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി 2007 മോഡലിനെ നമ്മൾ ഒരു പ്രാവശ്യം Type 4 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. നമ്മളല്ല Type 4 കൺവേർട്ട് ചെയ്തതാണ്. പക്ഷേ അത് അടിച്ച പെയിൻറ്റ് പ്രോപ്പർ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ റീപെയിൻ്റൊക്കെ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.